ഹലോ അസ്സലാമു അലൈക്കും. എടാ, +2 അറബിക്ക് ക്രിസ്മസ് എക്സാമിൽ മിക്കവാറും ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു ചോദ്യമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയും തെറ്റും കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് നമ്മളത് ശരിയും തെറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പറയാൻ പോകുന്നത്, ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, പബ്ലിക് എക്സാമിന് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അറബി ഭാഷയെ കുറിച്ച് അല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ചിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കും. അതിൽ ശരിയായതും തെറ്റായതും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പഠിച്ചു വെച്ച ഗുണം എന്താണെന്നറിയോ, ഇതേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം അതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. സ്വഹീഹ്, ശരി എന്ന് പറയാൻ എന്ത് ചെയ്യും, ശരി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വഹീഹ് എന്നാണ് പറയാം. ഓക്കെ. പിന്നെയോ ഖാത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, തെറ്റ്. ഓക്കെ, ഇത് മാറിപ്പോയത്. സ്വഹീഹ് ശരി അധികം അവർക്ക് അറിയാം, സിമ്പിളായ കാര്യമാണ്, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ശരിയാണ് തെറ്റാണ് ഞാൻ പറയാൻ പോവാണ്, ശരിക്കും മനസ്സിലാക്കി വെക്കുക. വഹദൽ ഖുർആനു ലഹജാത്തുൽ അറബിയ. അപ്പോൾ അറബി ഭാഷയുടെ പ്രയോഗങ്ങൾ എന്ത് ചെയ്ത് ഖുർആൻ ഏകീകരിച്ചു. വഹദൽ ഖുർആൻ നോട്ട് ചെയ്യാം, എന്താണ് അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, ഇനിയോ അൽ ലുഅത്ത്, ഭാഷ തെർബിത്തുന, നമ്മൾ ബന്ധിപ്പിക്കുന്നു ബി തുറാസിൽ അറബിയ. ഓരോ ഭാഷകളും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഷയുടെ സാഹിത്യത്തോട് നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. ഇനിയോ ലം തത്തവർ, ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ലോകത്തുൽ അറബിയ അപ്പോൾ ലം തത്തവർ എന്ന് നോക്കുക. തത്തവർ മാത്രമേ ശരിയാണ്, ലം വന്നതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ലം കൊടുക്കാതെ നിങ്ങൾക്ക് കൊടുക്കും. ലം തത്തവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെവലപ്മെൻറ്റും ഇല്ല ഏതിന്, അറബി ഭാഷയ്ക്ക്. അത് തെറ്റാണ് കേട്ടോ. അറബി ഭാഷ ഏറ്റവും ഡെവലപ്മെൻ്റ് ഉള്ളൊരു ഭാഷയാണ്. ഇനിയോ കത് ഇഖ്തഫ എന്നുള്ളത് ഇല്ലാതായി പോയിട്ടുണ്ടെന്ന് അർത്ഥം, മറഞ്ഞു പോയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, ആ വേർഡ് ഞാൻ ഇതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് മൊത്തം നമുക്ക് പഠിക്കുന്നത് പോസിബിൾ അല്ല. ഈ പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്താൽ നമുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. കത് ഇഖ്തഫ, മറഞ്ഞു പോയിട്ടുണ്ട്. ആ ലോകത്ത് കസീർ മിനൽ ലുആത്ത്, ഒരുപാട് ഭാഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് തെറ്റാണ്. ഓക്കെ, ഒരുപാട് ഭാഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്ത് ഇല്ലാതായി പോയിട്ടുണ്ട്. ശരിയാണ്. ലൈസൽ ഇൻസാനു, മനുഷ്യന് ഇല്ല, ലൈസ ഇല്ല. അദാത്തുൽ ലി തആമുൽ വ തവാസുൽ, തആമുൽ വ തവാസുൽ എന്നാണ് കമ്മ്യൂണിക്കേഷൻ. അതിനൊരു അദാത്ത്, ഒരു ടൂൾ ഇല്ല എന്നാണ്. അങ്ങനെ ടൂൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷനിൽ ടൂളാണ് എന്ത്, ലാംഗ്വേജ്. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ് കേട്ടോ. ഓക്കെ, ഇനിയോ അൽ ലുഅത്തുൻ, ഭാഷ ഖസാനത്തുൽ ഇൽമി വ സഖാഫ, കൾച്ചറിൻ്റെയും അറിവിൻ്റെയും ഒരു കളക്ഷൻ, ഒരു ശേഖരമാണ് ശരിക്കും ഭാഷ എന്ന് പറഞ്ഞത്. അപ്പോൾ അൽ ലുഅത്തു ഖസാനത്തുൻ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ. ഓക്കെ, ശരിയാണ്, ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ നോക്കാം. തുഅ്തബറു ലുഅത്തുൽ അറബി, അറബി ഭാഷയെ കണക്കാക്കുന്നു. ലുഅത്തുൻ ജാമിദത്തുൻ, ജാമിദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തരുമോ, ഈ ജീവനില്ലാത്ത, അറബി ഭാഷയെ ജീവനില്ലാത്ത ഭാഷയെ കണക്കാക്കുന്നു. ശരിയാണോ, അത് തെറ്റാണടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1, 2, 3 തെറ്റുണ്ട്, 1, 2, 3 ശരികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇത് മിക്കവാറും എക്സാമുകൾ എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇത് പഠിച്ചിട്ട് വേറെ ഗുണമുണ്ട്, നമുക്ക് അറബി ഭാഷയെ കുറിച്ച് എവിടെയെങ്കിലും പാരഗ്രാഫോ വേറെ എസ്സേ ഒക്കെ ചോദിച്ചാൽ അവിടെയും നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇത് എഴുതാൻ പറ്റും. ഓക്കെ, റെഡിയാണല്ലോ. ഓക്കെ, എന്ത് ചെയ്യാം, നല്ലപോലെ എക്സാമിൽ അടിപൊളിയായിട്ട് എഴുതാം. അസ്സലാമു അലൈക്കും.